പാലക്കാട് ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുബണ്ട പണയ തട്ടിപ്പ് കേസിലെ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. CPIM മുൻ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള പ്രതികളാണ് പാലക്കാട് ജില്ലാ കോടതിയെ സമീപിച്ചത്. 46 ലക്ഷം രൂപയുടെ മുക്കുബണ്ട പണയ തട്ടിപ്പ് നടത്തിയ 7 പ്രതികളെ ഇതുവരെയായിട്ടും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 28-നാണ് മുക്കുബണ്ട പണയ തട്ടിപ്പ് ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ പത്രിപ്പാല ശാഖയിലെ മാനേജർ കയ്യോടെ പിടികൂടുന്നത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും ഒളിവിൽ പോയ പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ബാങ്കിലെ ജീവനക്കാരനായ മോഹനകൃഷ്ണൻ, ഇയാളുടെ സഹോദരി ഭർത്താവ് CPIM തേങ്കുറിശി മുൻ ലോക്കൽ സെക്രട്ടറിയുമായ വാസുദേവൻ, ഭാര്യയും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവി, മകൻ വിവേക്, മകന്റെ ഭാര്യ ശരണ്യ എന്നിവരെ കൂടാതെ കൊല്ലം, തിരുവനന്തപുരം സ്വദേശികളായ 2 പേരും തട്ടിപ്പ് കേസിലെ പ്രതികളാണ്. പ്രതികളെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കം നടക്കുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യ ഹർജിയുമായി ഇവർ പാലക്കാട് ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീരാജ് എന്ന അഭിഭാഷകൻ മുഖേനയാണ് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജി അടുത്ത ദിവസം കോടതി പരിഗണിക്കും. എന്നാൽ അഭിഭാഷകനെ വെച്ച് ഹർജിയെ എതിർക്കാനുള്ള നീക്കത്തിലാണ് CPIM ഭരിക്കുന്ന ഒറ്റപ്പാലം അർബൻ ബാങ്ക്. ആദ്യഘട്ടത്തിൽ 26 ലക്ഷം രൂപയുടെ മുക്കുബണ്ടം മോഹനകൃഷ്ണനെ ഉപയോഗിച്ച് പ്രതികൾ ബാങ്കിൽ പണയം വെച്ചുവെന്നായിരുന്നു കണ്ടെത്തൽ. പിന്നീട് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം അത് 46 ലക്ഷം രൂപയുടെ തട്ടിപ്പായി മാറുകയായിരുന്നു. മുക്കുബണ്ട പണയ തട്ടിപ്പ് പിടികൂടിയ ദിവസം മോഹനകൃഷ്ണനെ ബാങ്കിൽ തടഞ്ഞുവെച്ച് അറിയിച്ചിട്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. 24 പാലക്കാട്.